ഹലോ ഗൈസ്, അപ്പോൾ ഈ ബാഗും തൂക്കി എങ്ങോട്ടേക്കാണ് പോകണമെന്നല്ലേ? ചുമ്മാ ഹോസ്റ്റലിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഹോളിയൊക്കെ ആണല്ലോ. അപ്പം എന്തുകൊണ്ട് ഇപ്രാവശ്യത്തെ ഹോളി നമുക്കങ്ങ് പൂനെയിൽ വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൂടാന്ന് തോന്നി. അങ്ങനെ ഒന്നുമില്ല, ഒറ്റ മൈൻഡല്ലേ നമ്മൾ. അങ്ങനെ രാവിലെ പ്ലാൻ ചെയ്തു, ഉച്ചയ്ക്ക് അങ്ങോട്ടേക്ക് സെറ്റാക്കി, വൈകുന്നേരം അങ്ങ് ഇറങ്ങി. അങ്ങനെ ബാഗൊക്കെ എടുത്ത് ഈ കുട്ടനെ കണ്ടോ, ഞങ്ങൾ അവിടുന്ന് പക്വട കഴിക്കുന്ന സമയത്തേ കൂടെ കൂടിയത്. രണ്ടെണ്ണം കൊടുത്തു, എന്നാലും അവിടെ തന്നെ നിൽക്കുക. പിന്നെ കുറച്ച് ലൈമൊക്കെ കുടിച്ച് ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ബസ് കിട്ടിയപ്പോഴുള്ള കോമഡി എന്തെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇതേപോലെയുള്ള കുറേ ആൾക്കാരുണ്ടാവും, മനുഷ്യന്മാരെ കാണാത്ത പോലെ നോക്കുന്നത്. അങ്ങനെ അവരെ അങ്ങോട്ട് നോക്കി നമ്മളൊന്ന് പേടിപ്പിച്ച് പിന്നെ ബസ് കയറി നമ്മൾ അവിടുത്തെ ബസ് സ്റ്റേഷനിലെത്തി. പിന്നെ എന്നെപ്പോലെ തന്നെ 3-4 വ്ളോഗേഴ്സ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയിൽ കയറി നമ്മുടെ മാർക്കറ്റിലേക്ക് പോവാണ്. കാരണം ഹോളിക്ക് വൈറ്റ് ഡ്രസ്സ് വേണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ആരുടെ കയ്യിലും വൈറ്റ് ഡ്രസ്സ് ഇല്ല. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഓരോരുത്തർക്ക് മേടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി. അങ്ങനെ ഒരാളുടെ വൈറ്റ് ഡ്രസ്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഒന്ന് റെഡി, ഒന്ന് പാക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് വൈറ്റ് ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റ് മൊത്തം നടന്നത്. കുറേ കുഞ്ഞുടുപ്പ്, അയ്യോ എന്ത് രസം ഇപ്പോഴത്തെ കുഞ്ഞുടുപ്പുകളൊക്കെ കാണാം. നമ്മളൊക്കെ ചെറുതാവുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു ഉടുപ്പോ അല്ലെങ്കിൽ മറ്റേ വള്ളിക്കുപ്പായങ്ങൾ മാത്രമാണ്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അടിപൊളി സെറ്റ് കുപ്പായങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരാൾക്കുള്ള വൈറ്റ് ഡ്രസ്സാണത്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ വൈറ്റ് ഡ്രസ്സും നമുക്ക് സെറ്റായി. ഇനി 3 ആൾക്കാർക്ക് കൂടെ എടുക്കാനുണ്ട്. അങ്ങനെ മൂന്നാമത്തെ ആളുടെ വൈറ്റ് ഡ്രസ്സും സെറ്റായി. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ എനിക്കും എൻ്റെ ഫ്രണ്ടിനും, അതായത് എൻ്റെ കൂട്ടത്തിലെ ഒരു ഫ്രണ്ടിനും ഞങ്ങൾക്ക് സ്മോൾ സൈസാണ് വേണ്ടത്. പക്ഷെ അവിടെ സ്മോൾ സൈസ് ഇല്ല. അപ്പം ഞങ്ങൾ കണ്ടൊരു വിദ്യയാണ് ഇത്. അങ്ങനെ സൂചി നൂലൊക്കെ മേടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് തുന്നാന്നാണ് പ്ലാന്. പിന്നെ ഒരാൾക്ക് ഗ്ലൂക്കോസ് പൊടി വേണം, എനർജി പോകുന്നു പറഞ്ഞിട്ട് ഗ്ലൂക്കോസ് പൊടി വാങ്ങിച്ചു. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിൽ കയറി മസാല ദോശയും പൂരിയും ഒക്കെ കഴിച്ചു. പിന്നെ ഈ കുരുപ്പ് എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവാറ്. ഞാൻ ബസ്സിൽ കയറുമ്പം എൻ്റെ അടുത്തായിരുന്നു, വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഹോട്ടലിൽ കയറിയപ്പോഴും എൻ്റെ അടുത്ത് തന്നെ. കുരുപ്പ് പോകുന്നില്ല, അത് അതിലും വലിയൊരു വ്ളോഗറാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ ഫുഡൊക്കെ വന്നു. അപ്പം എല്ലാവരും മസാല ദോശ വാങ്ങിച്ചു. പക്ഷേ എനിക്ക് രാത്രി മസാല ദോശ കഴിച്ചാൽ സെറ്റാവില്ല. അതുകൊണ്ട് ഞാൻ പൂരിയാണ് ഓർഡർ ചെയ്തത്. അപ്പം നല്ല അടിപൊളി പൂരിയായിരുന്നു. ലൈക്ക് കറി സെറ്റായിരുന്നു. ഈ എരിവും മധുരമൊക്കെ കൂട്ടിയൊരു കറിയായിരുന്നു. പിന്നെ അവിടെ ഒരാൾ ഡ്രഗ് ഡീലർ മാതിരി വെള്ളം മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നുമല്ല, ആ വെള്ളത്തിലേക്ക് നമ്മുടെ ഗ്ലൂക്കോസ് പൊടി ഇട്ടിട്ട് കലക്കി വെക്കാനായിരുന്നു. അങ്ങനെ നമ്മുടെ കലാബുറഗി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ലാൻഡ് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ 2 മണിക്കായിരുന്നു ട്രെയിന്. അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ വെയിറ്റിംഗ് റൂമിൽ സേഫായിട്ട് ഇരുന്നു. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒക്കെ ഓരോ സാധനങ്ങൾ മേടിക്കാനൊക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തേരാപ്പാര നടക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ട്രെയിൻ കയറിയപ്പോഴുള്ളൊരു ആശ്വാസം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ സീറ്റ് കിട്ടി, രണ്ടാമത് നമ്മുടെ മുന്നേ തന്നെ ഒരു ഫാമിലി ആയിരുന്നു. അപ്പം കുറച്ച് സേഫായിരുന്നു. അങ്ങനെ 6 മണിക്കൂർ കിടന്നുറങ്ങിയും അങ്ങനെയൊക്കെയായി രാവിലെ ആക്കി. അതാണ് നമ്മളവിടുത്തെ രംഗത്തെ പൂനെ 4.0 എന്ന പരിപാടിക്കാണ് പോകുന്നത്. അപ്പം ഹോപ്പ് ആ ഒരു പരിപാടി അടിപൊളിയായിരിക്കുന്നു. അപ്പം സെലിബ്രേഷൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ബൈ.